നല്ല സെലക്ഷൻ, നല്ല വിലക്കുറവ്. ലുലു സാരീസ് നേടാം നല്ലോണം. ഇപ്പോൾ ആഗ്രഹങ്ങളിലെ വസ്ത്രങ്ങൾക്ക് 9 രൂപ മുതൽ 999 വരെ. ലുലു സാരീസ്, കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. കണ്ണൂർ കണ്ണപുരം കീഴാറയിൽ വാടക വീട്ടിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ച സംഭവം അന്വേഷണം കൂടുതൽ ശക്തമാക്കി പോലീസ്. ചാലാട് സ്വദേശി മുഹമ്മദ് ആശാമാണ് കൊല്ലപ്പെട്ടത്. സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് ശേഖരിച്ചതിൽ മാട്ടൂൾ സ്വദേശി അനൂപ് മാലിക്കിനെതിരെ പോലീസ് കേസെടുത്തു. ജില്ലാ ക്രൈംബ്രാഞ്ച് ACPയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. പുലർച്ചെ 2 മണിയോടെയാണ് കീഴറ സ്വദേശി ഗോവിന്ദന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ വൻ സ്ഫോടനമുണ്ടായത്. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ വീട് പൂർണ്ണമായി തകർന്നു. നിലംപതിച്ച വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് മുഹമ്മദ് ആശാമിന്റെ മൃതദേഹം പുറത്തെടുത്തത്. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ പൊട്ടിത്തെറിച്ചത് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളെന്ന് കണ്ടെത്തി. പയ്യന്നൂരിൽ സ്പെയർ പാർട്സ് കട നടത്തുന്നയാളെന്ന് വിശ്വസിച്ചാണ് അനൂപ് വീട് വാടകയ്ക്കെടുത്തതെന്നാണ് വീട്ടുടമസ്ഥയുടെ പ്രതികരണം. അനൂപിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് എത്തിച്ചു നൽകുന്നത് കൊല്ലപ്പെട്ട ആശാമാണെന്നാണ് കണ്ടെത്തൽ. അനൂപിനെതിരെ സ്ഫോടക വസ്തു നിയമപ്രകാരമുള്ള 6 കേസുകൾ നിലവിലുണ്ട്. 2016 കണ്ണൂർ പുഴാതിയിൽ വീടിനുള്ളിൽ സമാന രൂപത്തിൽ സ്ഫോടനമുണ്ടായ കേസിലും അനൂപ് മാലിക് പ്രതിയാണ്. ആ സംഭവത്തിൽ ഒരാൾ മരിക്കുകയും അനൂപിന്റെ ഭാര്യയ്ക്കും മകൾക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇല്ല, എന്തിനാ സംശയിക്കുന്നപ്പോ നമ്മൾ ആരാ നാട്ടിലാക്ക് സംശയമില്ലാതെ അല്ലേ വേണ്ടത്? അവർക്കല്ലേ ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ വരുന്നതും പോകുന്നതും എന്നാ കൊണ്ടുപോകുന്നതെന്നല്ല അവരല്ലേ കണ്ടുപിടിക്കേണ്ടത്. നമ്മളിപ്പം ഒരു ഫാമിലിക്ക് തന്നെ കൊടുത്തു നേർക്ക് അതിൽ അയാൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നില്ലത് ആർക്കും അത് കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ. ഇയാളുടെ ഈ ഒരു സ്ഫോടക വസ്തുക്കൾ അവിടെ വെച്ചതുകൊണ്ടാണ് ഈ സ്ഫോടനം ഉണ്ടായത് ഇപ്പൊ മനസ്സിലായി. അപ്പൊ അതിനകത്ത് കൃത്യമായ നടപടി ആവശ്യമല്ലേ ഇയാൾക്കെതിരെ? മാത്രമല്ല നിങ്ങൾക്ക് വലിയ നഷ്ടം കൂടിയല്ലേ സംഭവിച്ചത്? നമുക്ക് വലിയ നഷ്ടമാണ് ഇപ്പം സംഭവിച്ചത്. 10-40 ലക്ഷം ഉറുപ്പിക ഇല്ലാണ്ടൊന്നും അങ്ങനെ ഒരു വീടാവൂല. മച്ചും ഇതും ഇപ്പുറം ബെഡ്റൂമും നല്ലൊരു ഓഫീസ് റൂമും വാപ്പിന്റെ ഇതും നല്ല പ്ലാവിനെ കൊണ്ട് ഉണ്ടാക്കിയ മച്ചും ഇതും എല്ലായിട്ട് എല്ലാം തകർന്ന് തരിപ്പണായിട്ട് അവിടെ കിടക്കുന്നു. എത്ര കാലം മുമ്പ് എടുത്ത വീടാണ്? വീട് കുറച്ച് കൊല്ലമായിട്ടുണ്ടാവും, ഒരു 10-50 കൊല്ലമായിട്ടുണ്ടാവും. ആ ഓട് ഇപ്പുറം ഇതായിട്ട് പിന്നെ നമ്മൾ അങ്ങനെ സൂക്ഷിക്കും. കൊല്ലത്തിൽ എല്ലാം പെയിന്റ് അടിച്ചിട്ടും പിടിച്ചിട്ടും എല്ലാം നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് എപ്പോഴും അത് പുതുമൊന്നുമില്ല. നല്ല വീടാണ്. ഈ ഇവര് വാടക വന്നിട്ട് ഒരു കൊല്ലത്തിന് ഇപ്പൊ എന്നിട്ട് നമ്മൾ ഈ 2 മാസം 3 മാസം അപ്പുറേ പറഞ്ഞാൽ നമ്മളിപ്പോ അടുത്ത് മാറുന്നില്ല രീതിയിലും അവരെ വായിന്ന് വീണു. അനൂപിനെ പറ്റി വേറെ ഒന്നും നിങ്ങൾക്ക് അറിയില്ല? ഇല്ല, അനൂപിനെ പറ്റി ഒന്നും നമ്മൾ അറിയില്ല. അനൂപിനെ പറ്റിയിട്ട് ഒരു ഇങ്ങനെ ഇല്ലേ ഇത് ഇങ്ങനെയുള്ളൊരു ബിസിനസ്സാണ് നടക്കുന്നതെന്നുള്ളത് ആ നാട്ടുകാർക്ക് പറയുന്നുണ്ടെങ്കിൽ നമ്മളോട് പറയില്ലേ? ഇങ്ങനൊരു ബോംബും സ്ഫോടനം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവർ നടത്തുന്നത്. ഞെട്ടി ഞെട്ടിയെന്നിട്ട് ഞെട്ടലല്ല.